ഹലോ ഗൈസ്, വെൽക്കം ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുളക്കുഴയാണ്. മുളക്കുഴ 5 സെൻറ്റിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റെയറും ഉൾപ്പെടെ യൂടെക് നിർമ്മിച്ച ഒരു പുതിയ വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ സിറ്റൗട്ടിലായിട്ട് നമ്മളൊരു ടെക്സ്ചർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂടെക് ഹോം സൊല്യൂഷൻസിന്റെ എല്ലാ വീഡിയോയിലും നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ വെറൈറ്റി കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ കളർ ഏതാണെന്ന് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ സമ്മാനം നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് തരുന്നതാണ്. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ടിൽ നമ്മൾ സിറ്റൗട്ടിൽ നമ്മൾ 4x2 ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രേ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതെല്ലാം നമ്മൾ ടൈൽസിന്റെ ഡിസൈൻ ഗ്ലാഡിൻ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡോർ വന്നിട്ട് സ്റ്റീലിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കട്ടളയും സ്റ്റീലിന്റെ തന്നെയാണ്. അത് 7 ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. അങ്ങനെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 6 വാട്ട്സിന്റെ 3 വാട്ട്സിന്റെ ലൈറ്റ്സ് ആണ് നമ്മൾ സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലിക്വിഡ് വാൾപേപ്പർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 4x2 ടൈലാണ് ഹാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ്. പിന്നെ 2 വാളിയുടെ 2 ജനലും ഒരു ഫ്രഞ്ച് വിൻഡോ ആണ് നമ്മൾ ഹാളിൽ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ സൗകര്യത്തിന് സ്ഥലത്തിന്റെ ഇതിന്റെ അനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്നാൽ ഹാളിൽ സ്ഥലക്കുറവുണ്ട്. പിന്നെ മനോഹരമായ വെറൈറ്റി ഒരു ചെയർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ. അത് കോമൺ ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും 4x2 ടൈൽ എടുത്തിട്ട് കട്ട് ചെയ്ത് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പീസിന്റെ ഒരു ക്ലോസറ്റ്, അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്, എക്സ്പോസ് ഫാൻ എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള PVC ഡോറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ 2 ബെഡ്റൂമാണ്. അതിൽ ആദ്യത്തെ ബെഡ്റൂം 10x10 സൈസാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലൊരു പെയിന്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4x2 വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡോർസ് നമ്മൾ പൂവരശിന്റെ ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിന്റെ കട്ടളയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 വാലയുടെയും 2 വാലയുടെയും ഒരു വിൻഡോ വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 10x11 സൈസ് ബെഡ്റൂമാണ്. ഇതിൽ 3 വാലയുടെ ഒരു വിൻഡോ, 2 വാലയുടെ ഒരു വിൻഡോ സ്റ്റീലിന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെയിന്റിങ് എങ്ങനെ ഇഷ്ടപ്പെട്ടാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലെ ഒരു ടെക്സ്ചർ വർക്ക് ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മളെ കണ്ടപ്പോൾ വീടിനെ പറ്റി? നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല എവിടെയും ചെയ്യാത്ത കൂട്ടത്തെ പെയിന്റിംഗ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ആങ്കറിന്റെ സ്വിച്ചസ് സ്റ്റെയർ വെറൈറ്റി ആണ്. നമ്മുടെ ലൈറ്റ്സ് ഇവിടെ 6 വാട്ട്സിന്റെ 2 ലൈറ്റും 3 വാട്ട്സിന്റെ 2 ലൈറ്റും ആണ് ബെഡ്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റെയർ നമ്മളൊരു വെറൈറ്റി എന്ന് വെച്ചാൽ കൈവരിയൊക്കെ വെറൈറ്റി ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തതാണ്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. കബോർഡ് വർക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. കളറും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതനുസരിച്ചാണ് ചെയ്തു തന്നത്. ടൈലൊക്കെ ആയാലും നമ്മൾ പോയി നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുക്കുകയാണ്. സിങ്ക് ആയാലും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് സെലക്ട് ചെയ്ത് അതും എടുക്കും. പിന്നെ ഇവിടെ നമ്മൾ എല്ലായിടത്തും ആവശ്യത്തിന് സോക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചും ബ്ലാക്കും ഷെയ്ഡിലുള്ള കബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പൈപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. യൂടെക്കിൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? വർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും സമയത്ത് തീരത്തില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനും ഞാനും ഒരുപാട് ടെൻഷൻ അടിച്ചു. ചേട്ടനെയും ഒരുപാട് ടെൻഷൻ ആക്കിച്ചു. എന്തുവായാലും സമയത്ത് ഞങ്ങൾ തീർത്തിട്ട് ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു വന്നിടത്തേക്ക് കയറി താമസിക്കാൻ പറ്റത്തില്ല, ഒന്നുകൂടെ വിളിച്ച് പുള്ളിയോട് പ്രഷർ ചെലുത്തണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർക്ക് ടെൻഷനായി. ഇവരുടെ ഒരു ആദ്യത്തെ ഒരു വീടാണ്, നിങ്ങൾക്കോ തീരുമെന്ന് അറിയത്തില്ല. അന്നേരം പുള്ളിക്കാരൻ ഗൾഫിലാണ്. തുടക്ക സമയത്ത് അരിഞ്ചേട്ടൻ ഇവിടെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയതാണ്.
അന്നേരം ഒറ്റയ്ക്കേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഓടാൻ. അന്നേരം ഓരോരുത്തർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ എന്നെ ടെൻഷനാക്കി. അതെ, പക്ഷെ സമയത്ത് തീർന്നു. എത്ര ദിവസം മുമ്പ് തീർന്നു? നമ്മള് 12-ാം തീയതി എടുത്തു, 10 തീയതി ആകുമ്പോഴത്തേക്ക് ഒതുങ്ങി. അന്നേരം ഏകദേശം സമാധാനമല്ലോ. അന്നേരം യൂടെക്കിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. സൂക്ഷിച്ചു. എല്ലാരും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഞങ്ങളെയും ടെൻഷൻ ആക്കിച്ചായിരുന്നു, തീരത്തില്ല. ഒത്തിരി പേര് കാണാൻ വന്നവരും പറഞ്ഞു സമയത്ത് കയറി താമസിക്കാൻ പറ്റില്ല, അല്ലെ പാലുകാശ് മാത്രം നടത്ത്, ഫംഗ്ഷനൊക്കെ പിന്നെ വെക്കാം എന്ന് പറഞ്ഞു. പക്ഷെ സമയത്തെല്ലാം അവര് തന്നെ ഇത് വന്ന് കണ്ടപ്പോ എന്താ പറഞ്ഞു, പിന്നെ അവർക്ക് തന്നെ ഒരു അത്ഭുതമായി പോയില്ലേ, തീർക്കാൻ പറ്റിയത് തന്നെ. വർക്കിനകത്ത് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി നമ്മളോട് പറഞ്ഞ സാധനങ്ങൾ തന്നെയാണല്ലോ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് അതിലൊന്നും പണിക്കാരത്തെ വർക്കേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം, പെയിന്റിങ്ങും സ്റ്റെയറിന്റെയും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാരും വെറൈറ്റി സാധനങ്ങളാണ് പറയുന്നത്. എല്ലാരും പെയിന്റിങ്ങും സ്റ്റെയറിനെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായമായിരുന്നു. എല്ലാം നല്ലതായിട്ട് ചോദിച്ചു. അതെ. പിന്നെ ഒരു ചോദ്യം കൂടെ, നമ്മുടെ ഇനി ഒരാൾ സമീപിച്ച യൂട്യൂബ് ഹോം സൊല്യൂഷൻസിനെ വർക്ക് കൊടുക്കും പറയോ ഇല്ലയോ? പറയും, പക്ഷെ നമ്മൾ വന്ന ടെൻഷനും കാര്യങ്ങളും നമ്മള് ആ ഒരു ഇത് വരുമെങ്കിലും ഒരു സമയത്ത് തീർത്ത് തരുമോ എന്നുള്ള ഒരു ഇത് ചെറുതെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ വർക്കിനകത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ? അതെ അതെ, 100%. നമ്മൾ കാരണം ഒരുപാട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ തെരഞ്ഞു പിടിച്ച് വന്നത് അവിടോട്ട്. നമ്മൾ ആദ്യം ചിന്തിച്ചു, കാരണം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ കിട്ടുമോ, അതോ പുറത്തു നാളെ വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും നമ്മുടെ ഒരു വിശ്വാസത്തില് വന്നവർക്ക് ആർക്കും ഒരു ഇതുമില്ല, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും നല്ല അഭിപ്രായം. ഇന്നും വന്നവർ പറഞ്ഞു നല്ല ഐശ്വര്യമുള്ള വീടെന്ന് എല്ലാവരും കയറുമ്പോഴേ പറഞ്ഞത്. നമ്മളെ വർക്ക് എല്ലാവരും ഏൽപ്പിക്കുമ്പോൾ എല്ലാവരും പലരും പല അഭിപ്രായം പറയും. പക്ഷെ വീട്ടുകാരുടെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു വാക്കുണ്ടല്ലോ, നമ്മൾ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുക, തീർക്കാൻ പറഞ്ഞാൽ തീർക്കുക. അതാണ് യൂട്യൂബ് ഹോം സൊല്യൂഷൻസ്. അന്നേരം അടുത്തൊരു വർക്കൊക്കെ പിടിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം താങ്ക് യു. യൂട്യൂബ് ഹോം സൊല്യൂഷൻസിന്റെ ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം എന്തോ പറയാനുള്ളത്? നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. അന്നേരം അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ഓക്കെ, ബൈ.